വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ PV അൻവർ MLA ആണ്. ഇത് PV അൻവറിന്റെ കാലമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. PV അൻവർ CPM-നൊപ്പം ഉണ്ടായിരുന്ന സമയം മലബാർ മേഖലയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ സാധിക്കുന്ന വളരെ ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു അൻവർ MLA. അദ്ദേഹത്തിന്റെ മേഖലയിലെ പ്രവർത്തനം തന്നെയായിരുന്നു അതിന് കാരണവും. എന്നാൽ PV അൻവർ വളരെ ശക്തമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള PV അൻവർ MLA-യുടെ ആരോപണങ്ങളിൽ അതിശക്തമായ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് അൻവറിനെതിരെയുള്ള ആക്രമണമായിരുന്നു CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഒരു സംഭവമാണ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടാവുകയും അത് അന്വേഷിക്കണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വേണ്ട നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. DGP അത് അന്വേഷിച്ചു. അന്വേഷണത്തിൽ ADGP-യോ PV അൻവറോ ഔദ്യോഗികമായി ഫോൺ ചോർത്തിയിട്ടില്ല. നേരെ മറിച്ച് അവരുടെ ഫോണിലേക്ക് വന്ന കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കുറ്റമായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് DGP സമർപ്പിക്കുകയും ചെയ്തു. അത് സർക്കാർ ഗവർണറെ അറിയിക്കുകയായിരുന്നു. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ ഏറ്റവും വലിയ സംസാര വിഷയമായി നിൽക്കുന്നത് PV അൻവർ MLA നിലമ്പൂരിൽ നടത്തിയ യോഗമാണ്. നിലമ്പൂരിൽ നടത്തിയ യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് CPM അംഗത്വം പോലും ഇല്ലാത്ത ഒരാളാണ്. 4 വർഷമായി പാർട്ടി അംഗത്വമില്ലാത്ത EK സുഗുവിനെ CPM നേതാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് PV അൻവർ സ്വാഗത പ്രസംഗത്തിന് ക്ഷണിച്ചത്. PV അൻവറിന് CPM പ്രവർത്തകരുടെ പിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അൻവർ ശ്രമിച്ചത്, അല്ലെങ്കിൽ പച്ചക്കള്ളം പറഞ്ഞത് എന്നാണ് ഇടതുപക്ഷം ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. കാരണം അൻവറിനൊപ്പം മരുത ലോക്കൽ സെക്രട്ടറി പരിപാടിയിൽ പങ്കെടുത്തു എന്ന തരത്തിലായിരുന്നു വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചത്. എന്നാൽ വർഷങ്ങളായി പാർട്ടി അംഗത്വം ഇല്ലാത്ത വ്യക്തിയാണ് അൻവർ പാർട്ടി നേതാവ് എന്ന തരത്തിൽ അവതരിപ്പിച്ചത്. 2016 സെപ്റ്റംബർ മുതൽ KT വർഗീസ് ആണ് CPM മരുത ലോക്കൽ സെക്രട്ടറി. KT വർഗീസ് നിലവിൽ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് 15 വർഷം മുൻപ് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുടെ പേര് വെച്ച് വ്യാജ പ്രചരണം PV അൻവർ നടത്തിയിരിക്കുന്നത് എന്നാണ് CPM ആരോപിക്കുന്നത്. നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ PV അൻവർ MLA വെള്ളപൂശാൻ ശ്രമങ്ങൾ നടക്കുന്നതായി ഇടതുപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അപവാദ പ്രസ്താവനകൾക്ക് പ്രചാരണം നൽകാനും പ്രത്യേക സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും PV അൻവറിനെ എതിർക്കുന്നവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ PV അൻവറിനെ പാർട്ടിക്കുള്ളിൽ പലരും സഹായിക്കുന്നു എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ തന്നെയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയും പാർട്ടിക്കുള്ളിൽ സജീവമാണ്. ഇപ്പോഴും എന്താണ് PV അൻവറിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല. വളരെ രൂക്ഷമായ വിമർശനങ്ങളും വളരെ ഗുരുതരമായ ആരോപണങ്ങളും PV അൻവർ MLA ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം പാർട്ടിയെ തള്ളി പറയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ അൻവറിനെ അനുകൂലിക്കുന്നവരും പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. അതേസമയം പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എണ്ണി പറഞ്ഞ അൻവർ തനിക്കെതിരെ പല കേസുകളും വന്നത് CPM-ൽ ചേർന്നതിന് ശേഷമാണെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ CPM അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നത് വ്യക്തമായിരുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ലെങ്കിൽ പോലും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച യോഗത്തിൽ PV അൻവറിന്റെ പ്രസംഗത്തിന്റെ ഭൂരിഭാഗം സമയവും മുൻ ആരോപണങ്ങൾ ആവർത്തിക്കാനാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തന്റെ മുൻ ആരോപണങ്ങൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞു എന്നതിന് അപ്പുറത്തേക്ക് ഒന്നും തന്നെ പുതുതായി സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. നിലവിൽ അൻവറിന്റെ വിവാദ ആരോപണങ്ങളുടെ ശക്തി കുറഞ്ഞതായി, അല്ലെങ്കിൽ അൻവറിന്റെ നിലപാടിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം എന്ന സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്.